എല്ലാവർക്കും നല്ല നമസ്കാരം. നിഷ ടീച്ചറിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിരുന്നു. അടുത്ത നമ്പർ സിസ്റ്റം, ഇനി 3 നമ്പർ സിസ്റ്റം കൂടിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി ടീച്ചർ ഓർമ്മിപ്പിച്ചോട്ടെ, 9 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതീവ ശ്രദ്ധയോടെ പഠിക്കുക. ഡെസിമൽ നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞിരുന്നു 0 മുതൽ 9 വരെയുള്ള 10 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? 2 എന്നാണ്, അല്ലേ? 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ബേസ് 2 ആയിരിക്കും. കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് 0 ആൻഡ് 1 ആണ്. 0യും 1ഉം മാത്രമാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 സിമ്പിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ബേസ് 2 ആണ്. ഇതിനെ ദ്വയസംഖ്യാ സമ്പ്രദായം എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 11010001 1101. 1ഉം 0യും വെച്ച് എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും ഇതിൽ ഉൾപ്പെടും. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോയിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 2 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഓൺ ആൻഡ് ഓഫ്. ഈ 2 സ്റ്റേറ്റിനെ 2 സ്റ്റേറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ 2 സ്റ്റേറ്റിൽ ഓപ്പറേഷൻസ് നടക്കുന്നത് കൊണ്ട് അതിനെ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുമെന്നും പറഞ്ഞിരുന്നു. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം, കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷനിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്ന. ഓണും ഓഫും എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിൽ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്ന 0 അല്ലെങ്കിൽ 1, ഇവിടെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇങ്ങനെ ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങൾ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതായി വരും. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷനിൽ എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ബോധ്യമാവും. ഡെസിമൽ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ 1101 എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം താഴെ ബേസ് 2 എന്ന് കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് വന്നിരുന്നു, അല്ലേ? അവിടെയും എക്സാമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ എഴുതി 1101. തീർച്ചയായിട്ടും അത് ഡെസിമൽ നമ്പർ ആവാം. കാരണം 0 മുതൽ 9 വരെ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ഉണ്ട്. അതിനാൽ 0യും 1ഉം ഡെസിമൽ സിമ്പിളാണ്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സിമ്പിളാണ്. 1101 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. അതേ നമ്പർ ബൈനറിയിലും വന്നിരിക്കുന്നു, അല്ലേ? കാരണം 0യും 1ഉം ബൈനറിയിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ 1101 എന്ന് പറയുന്ന നമ്പർ ബൈനറി ആണോ ഡെസിമൽ ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അതൊഴിവാക്കാൻ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ്. നമ്പർ എഴുതുക, ബ്രാക്കറ്റ്സ് ഇട്ടതിന് ശേഷം സബ്സ്ക്രിപ്റ്റായിട്ട് 2 കൊടുക്കുക. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഈ നമ്പർ ബൈനറി ആണോ ഡെസിമൽ ആണോ എന്ന കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡെസിമൽ നമ്പറിലെ ഒരു സിമ്പലിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 0 മുതൽ 9 വരെ എഴുതുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റിനെ നമ്മൾ ഡിജിറ്റ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന
ഡിജിറ്റിനെ നമ്മൾ ബിറ്റ് എന്ന് പറയും. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്നാണ്. ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ബിറ്റ്. ബൈനറി നമ്പറിൽ ഉപയോഗിക്കുന്ന ഓരോ ഡിജിറ്റിനെയും നമുക്ക് എന്തെന്ന് പറയാം? ബിറ്റ് എന്ന് പറയാം. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ഡിജിറ്റ്. ഡെസിമൽ നമ്പറിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് വെയ്റ്റ് വെച്ചിട്ട് റിലേറ്റീവ് പൊസിഷൻസ്, ഓരോ ഡിജിറ്റിൻ്റെയും റിലേറ്റീവ് പൊസിഷൻസിൻ്റെ വെയ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് സ്ഥാനവില. ഇത് ബൈനറി ആയതുകൊണ്ട് 2⁻0, 2⁻1, 2⁻2, 2⁻3 അങ്ങനെ പോവും. ഡെസിമൽ ആയിരുന്നപ്പോൾ 10⁻0, 10⁻1 അങ്ങനെയായിരുന്നു അല്ലേ? ബൈനറി ആയതുകൊണ്ട് അതിൻ്റെ സ്ഥാനവില നമ്മൾ കൊടുക്കുന്നത് 2⁻0, 2⁻1. അവിടെയും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ അവിടെ MSD എന്ന് പറഞ്ഞിരുന്നു അല്ലേ? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. അത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ്. ഇവിടെ അത് 1 ആണ്, MSB. അതുപോലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ബിറ്റാണ്. ഇവിടെ അത് 1 തന്നെയാണ് അല്ലേ? അടുത്ത നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 8. ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8, അഷ്ടസംഖ്യാ സമ്പ്രദായം. ഇവിടെ ഉപയോഗിക്കുന്ന സിംബൽസ് 0 മുതൽ 7 വരെയാണ്. 0 മുതൽ 7 വരെ 8 എണ്ണം. ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ബേസ് എടുത്ത് നോക്കൂ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെത് 10, അതിന് തൊട്ട് താഴത്തെ നമ്പറായ 9 വരെ നമ്മൾ ഉപയോഗിച്ചു. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെത് 2, അതിന് തൊട്ട് താഴത്തെ നമ്പേഴ്സായ 0യും 1ഉം ഉപയോഗിച്ചു. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെത് 8, അതിന് തൊട്ട് താഴത്തെ നമ്പറായ 7 വരെ, 0 മുതൽ 7 വരെ നമ്മൾ സിംബൽസ് ഉപയോഗിക്കുന്നു. അങ്ങനെ 8 സിംബൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് 8 ആണ്. എക്സാമ്പിൾ എഴുതാമല്ലോ. 1 2 3 4 5 6 7 1 7. ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഇതിൽ നിന്ന് ഒക്ടൽ നമ്പർ അല്ലാത്തത് കണ്ടെടുത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ട്. ഈ 0 മുതൽ 7 വരെ അല്ലാതെ ഏതൊരു ഡിജിറ്റ് വന്നാലും ശരി, അതായത് 8ഉം 9ഉം ഇതിനകത്ത് വരാൻ പാടില്ല. 10 വരാമോ? 10 വരാം. കാരണം എന്താ? 10 അല്ല അവിടെ ഉപയോഗിക്കുന്നത് 1 0. ഇവിടെ ഉപയോഗിക്കുന്ന സിംബൽസായ 0യും 1ൻ്റെയും കോമ്പിനേഷനായ 1 0 ആണ് നമ്മൾ ഒക്ടൽ നമ്പറിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ 1 0 വരാം അല്ലേ? 1 2 3 4 വരുന്നത് പോലെ തന്നെ 1 0യ്ക്കും വരാം. പക്ഷേ 1 8 വരാൻ പാടില്ല. കാരണം ഇവിടെ 8 എന്ന് പറയുന്ന സിംബൽ ഉപയോഗിക്കുന്നില്ല. ബാക്കി 2 നമ്പർ സിസ്റ്റത്തിലും പറഞ്ഞതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 8 കൊടുക്കുക, നമ്പർ എഴുതുക, ബ്രാക്കറ്റ്സ് കൊടുക്കുക, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 8 കൊടുക്കുക. ഇത് ഒക്ടൽ നമ്പർ ആണെന്ന് മനസ്സിലാവാൻ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നു. ബാക്കി എല്ലാ നമ്പേഴ്സിലും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ബാക്കി 2 നമ്പർ സിസ്റ്റത്തിലും പറയാതിരുന്ന ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ അത് അതിനും ബാധകമാണ്. ഇവിടെ ഒരു ഒക്ടൽ നമ്പർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു 172.4. ഇതുവരെ നമ്മൾ ഒരു പൂർണ്ണസംഖ്യ, ഒരു ഇൻറ്റിജർ നമ്പറിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്ത് പഠിച്ചത് അല്ലേ? അപ്പോൾ 172 ആണ് റൈറ്റ് മോസ്റ്റ്. അതുകൊണ്ട് അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8⁻0. ഇപ്പുറത്തെ 7ൻ്റെത് 8⁻1, 1ൻ്റെത് 8². അങ്ങനെയാണെങ്കിൽ പോയിൻറ്റിന് ശേഷം ഒരെണ്ണമുണ്ട് 4. അതിന് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് പവേഴ്സ് ഉപയോഗിക്കണം. നെഗറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ 8⁻1. ഇപ്പോഴത്തെ വേറൊരു നമ്പറും കൂടി 4 ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഡിജിറ്റും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ 2ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8⁻². ഇവിടെ ശ്രദ്ധിക്കുക, 0 മുതൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നമ്പേഴ്സിനെ 1 2 എന്നും, പോയിൻറ്റിന് വലതുവശത്തേക്കുള്ള നമ്പേഴ്സ് 8⁻1, 8⁻2, 8⁻3. 8⁻1 എന്ന് പറഞ്ഞാൽ
4 ഇൻറ്റു 1/8 എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ 2 ഇൻറ്റു 8⁻0, ഇവിടെ 7 ഇൻറ്റു 8⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 8, ഇവിടെ 1 ഇൻറ്റു 8 ഇൻറ്റു 8 സ്ക്വയർ ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 8⁻1 എന്ന് പറഞ്ഞാൽ 1/8 എന്നാണ് അർത്ഥം. ഇതുപോലെ തന്നെ ബൈനറിയിലും ഡെസിമൽ നമ്പറിലും ഉപയോഗിക്കാം. 2⁻1 2⁻2 എന്ന് ബൈനറിയിലും 10⁻1 10⁻2 എന്ന് ഡെസിമലിലും ഉപയോഗിക്കാൻ കഴിയും. അടുത്ത നമ്പർ സിസ്റ്റമാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമുക്കറിയാം, 10 ബേസ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സ എത്രയാണ്? 6. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴോ? ഹെക്സ 6, ഡെസിമൽ 10, രണ്ടും കൂടി ചേരുമ്പോൾ 16. അതാണ് ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ്. ഇവിടെ ഉപയോഗിക്കുന്ന സിംബൽസ് നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ 16 ബേസ് ആകുമ്പോൾ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിക്കണം അല്ലേ, സിംബൽസ് ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ സിംബൽസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സിംഗിൾ ഡിജിറ്റാണ്. 0 1 2 9 ഒക്കെ പറയുന്നത് സിംഗിൾ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 10 പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ 10ന് പകരം എ എന്നാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? 0 മുതൽ 9 വരെയുള്ള സിംബൽസ് അപ്പോൾ തന്നെ 10 ആയി. ഇനി എത്ര എണ്ണം വേണം? 6 എണ്ണം കൂടി വേണം. 10ന് പകരം എ, അതായത് 10 11 12 13 14 15 ഇത്രയും വരെ ഉപയോഗിക്കണം. 10ന് പകരം എ, 11ന് പകരം ബി, 12ന് പകരം സി, 13 ഡി, 14 ഇ, 15 എഫ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള എ മുതൽ എഫ് വരെയുള്ള ഡിജിറ്റ്സ് ആൽഫബറ്റ്സ് ആണ്. പക്ഷേ നമ്മളിവിടെ അത് സിംബൽസ് ആയിട്ടാണ്, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ സിംബൽസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബേസ് 16 ആണെന്ന് പറഞ്ഞല്ലോ. എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെയുമുണ്ട് 1101. ബൈനറിയിൽ നമ്മൾ ഉപയോഗിച്ചു, ഡെസിമലിൽ ഉപയോഗിച്ചു അല്ലേ. റെപ്രസെൻ്റ് ചെയ്യുന്നത് ബ്രാക്കറ്റ് ഇട്ട് സബ്സ്ക്രിപ്റ്റ് കൊടുത്തായതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമ്പർ നോക്കൂ, BCD എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പർ BCD. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11, സി 12, ഡി 13 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ ഷോഡശ സംഖ്യാ സമ്പ്രദായം എന്നാണ് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 9 വരെയുള്ള സിംബൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡെസിമലിൽ 10 മുതൽ 15 വരെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഹെക്സാഡെസിമലിൽ എ, ബി, സി, ഡി, ഇ ആൻഡ് എഫ് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ്സ് കൊടുക്കുന്നത് 16⁻0, 16⁻1, 16 സ്ക്വയർ, 16 ക്യൂബ് ഇങ്ങനെ തന്നെയാണ്. നെഗറ്റീവ് പവേഴ്സ്, അതായത് പോയിൻറ്റിന് ശേഷം വലത്തോട്ടുള്ള ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് പവേഴ്സ് ഉപയോഗിക്കണം. 16⁻1, 16⁻2 തുടങ്ങി. ഒരു കൺക്ലൂഷൻ കൊടുക്കാം അല്ലേ. 4 നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തേത് ബൈനറി, രണ്ടാമത്തേത് ഒക്ടൽ, മൂന്നാമത്തേത് ഡെസിമൽ, അടുത്തത് ഹെക്സാ ഡെസിമൽ. നമ്മൾ പഠിച്ച ഓർഡർ ഇതല്ല എങ്കിലും ബേസിൻ്റെ ഓർഡറിൽ നമ്മൾ ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ്. അതിൽ ഉപയോഗിക്കുന്ന സിംബൽസ് 0ഉം 1ഉം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെത് 8, ഉപയോഗിക്കുന്ന സിംബൽസ് 0 മുതൽ 7 വരെ. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10 ആണ്. 0 മുതൽ 9 വരെയുള്ള സിംബൽസ് ഉപയോഗിക്കുന്നു. ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം 16 ആണ് ബേസ്. 0 മുതൽ 9 വരെയും എ മുതൽ എഫ് വരെയുമുള്ള സിംബൽസാണ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ നമ്പർ സിസ്റ്റം. എല്ലാ നമ്പർ സിസ്റ്റവും നന്നായി മനസ്സിലാക്കി വെക്കുക.
ഇതുവരെ പഠിച്ച നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ഒരു അസൈൻമെൻറ്റ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. 4 നമ്പർ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ നമ്പർ സിസ്റ്റം 4 നമ്പർ സിസ്റ്റവും നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ കഴിയൂ. അതുകൊണ്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.